ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു പെൻസിൽ വേൾഡ്. അപ്പം നമ്മൾ ഒരുപാട് നാൾ കൂടി വർക്കിന് വേണ്ടിയിട്ട് ഇറങ്ങിയ ഒരു ദിവസമാണ്. ഒത്തിരി നാൾ കൂടി ആയിട്ട് ഇത് നമ്മൾ കോട്ടയത്താണ് കേട്ടോ, MG യൂണിവേഴ്സിറ്റിയിലാണ്. ഇവിടെ ഒരു റൂം പുതിയത് പണിത് കേട്ടോ. അപ്പോൾ ഇതിന് പ്രൈമർ അടിക്കാൻ വേണ്ടിയിട്ടും, പ്രൈമറല്ല ഫുള്ള് നമ്മൾ ഇന്ന് അടിക്കുവാണ്. അപ്പോൾ ഇത് 2 ദിവസത്തെ പെയിൻറ്റിങ്ങിൻ്റെ ഇത് ഒറ്റ പോർഷനായിട്ട് കാണിക്കണം. അപ്പോൾ നമ്മൾ പോക്കുവരവൊക്കെ പരമാവധി കുറവേ കാണിക്കുന്നുള്ളൂ. ഈ പ്രൈമർ അടിക്കുന്നത് ഒരു ദിവസവും ബാക്കി വേറൊരു ദിവസം ആട്ടോ ചെയ്യുന്നത്. അപ്പം പ്രൈമർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈമർ എന്ന് പറയുമ്പോൾ നമ്മൾ വൈറ്റ് സിമെൻ്റ് ആട്ടോ യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ വൈറ്റ് സിമെൻ്റാണ് അവരെടുത്തത്. അപ്പം വൈറ്റ് സിമെൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് കാണുമ്പോൾ ഒരു കളറില്ലാന്ന് തോന്നുന്നത്. ഉണങ്ങി വരുമ്പോൾ ഫുള്ള് വൈറ്റ് ആവുള്ളൂ സത്യത്തിൽ. ഇപ്പം നമ്മൾ വൈറ്റ് സിമെൻറ്റ് കൂട്ടി അടിച്ച് അടിക്കുന്നതാണ്. ഇതും ഫുള്ള് ഒരു കോട്ട് അടിച്ച് ഉണങ്ങണം. ഇപ്പോൾ അത്യാവശ്യം നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വേഗം കവർ ചെയ്ത് വിടുവാണ്. കാരണം നമുക്കിത് ഇന്ന് കവർ ചെയ്ത് തീർക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇനി നാളെ എമൽഷൻ അടിക്കണം. അപ്പോൾ എമൽഷൻ അടിക്കുമ്പം നല്ല സെറ്റപ്പായിട്ടത് പെട്ടെന്ന് തീരണമെങ്കിൽ നമ്മൾ പടപടേന്ന് അടിച്ച് പോയിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ 2 പേരും കൂടെ നിൽക്കുന്നത്. ഒരാൾ പകുതി അടുത്ത ആൾ പകുതി അടിക്കുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തീർന്നോളും. കാലൊക്കെ അത്യാവശ്യം ശരിയായി വന്നിട്ടേ ഉള്ളൂ. എന്നാലും ഒരുപാട് നേരം നിൽക്കുമ്പോൾ ആ ഒരു വേദനയും കാര്യങ്ങളൊക്കെ കാലിനുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത പരിപാടി ഇതിനാണ്. വലിയ സപ്പോർട്ടൊന്നുമില്ല. പൊട്ടിലടിക്കുന്നത് ഇത് നമ്മൾ വൈറ്റമിനാണ് അടിക്കുന്നത്. വൈറ്റമിൻ അടിക്കുമ്പം അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. അടിച്ചങ്ങിട്ടാണ് നമ്മൾ നമുക്ക് തട്ട് കൂട്ടി അടിക്കണം. ഇങ്ങനെ ഇത്രയും ഭാഗം ഫുള്ളുണ്ട്. അതിനിത് അടുത്ത പോർഷനാട്ടോ, നമ്മൾ എമൽഷൻ അടിക്കുന്ന ഭാഗമാണ്. ഇന്ന് നമ്മൾ 2 കോട്ട് എമൽഷൻ അടിക്കും കേട്ടോ. ഇതിപ്പോൾ രാവിലെ നമ്മൾ ഫസ്റ്റ് കോട്ട് അടിച്ചിടുവാണ്. ഞാൻ അടിക്കുന്നുണ്ട്. അതായത് സുജിത്ത് അപ്പം ഫൗണ്ടേഷനൊക്കെ അടിച്ച് പോകുന്നുണ്ട്. ഫസ്റ്റ് കോട്ട് അങ്ങ് കവർ ചെയ്തങ്ങ് മുമ്പിലങ്ങ് പോവുകയാണെങ്കിൽ നമ്മൾ വെളിയിൽ അടിച്ച് വെച്ചിട്ട് ഉള്ളടിച്ച് വെച്ച് ഇറക്കുമ്പോഴത്തേനും നമുക്ക് സെക്കൻഡ് കോട്ട് അടിക്കാൻ മാത്രം ഉണങ്ങി കിട്ടും. ഇന്നും അത്യാവശ്യം നല്ല വെയിലുണ്ട്. പക്ഷേ ഇന്നത്തെ കാലാവസ്ഥ കണ്ടിട്ട് ഇടയ്ക്കൊന്ന് മൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റിയില്ല. മാത്രമല്ല നമ്മുടെ അങ്ങോട്ട് ഇന്ന് രാവിലെ മഴയൊക്കെ ആയിരുന്നു ചെറുതായിട്ട്. അതുകൊണ്ട് ചാറ്റൽ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇന്നിവിടെ മഴയൊക്കെ പെയ്യാനുള്ള സാധ്യത കാണും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കോട്ടെല്ലാം അടിച്ച് കവർ ചെയ്തിട്ടിട്ട് ഉച്ചയായി. നമ്മൾ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. സത്യം പറഞ്ഞാൽ നല്ല വൈബുള്ളൊരു സ്ഥലമാണ്. ഫുള്ള് മരവും കാടും എന്നാൽ നല്ല ഭംഗിയുള്ള സ്ഥലം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെയൊക്കെ സ്കൂളുകളും കോളേജിലും കാണുമ്പോൾ ഇവിടുത്തെ വർക്ക് എടുക്കാനായിട്ട് ഇങ്ങോട്ട് വരുമ്പം ഇതിന് വെളിയിൽ വരെ നമുക്കൊരു ബോറടി ആയിരിക്കും. പക്ഷേ യൂണിവേഴ്സിറ്റിക്കകത്തോട്ട് കയറി കഴിയുമ്പോൾ ഭയങ്കര രസമാണ്. കാരണം മൊത്തത്തിലൊരു ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. പിന്നെ ഒരു പ്രശ്നമുള്ളത് 100 വഴിയാണ്. തിരിച്ച് വരുമ്പോൾ ചിലപ്പോൾ വന്ന വഴി കൂടെ ആയിരിക്കില്ല തിരിച്ചങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ വല്ലപ്പോഴും ഇങ്ങനെ വന്നു പോകുന്നതാണ് നമുക്ക് വഴി അത്ര ക്ലിയർ ആകുകയില്ല. എന്ന് വെച്ചാൽ കയറി വരുന്നിടത്തുനിന്ന് അടുത്തടുത്തുള്ള കുറേ ഭാഗങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ കുറേ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ എതിലെയാണ് അപ്പുറത്തോട്ട് പോകുന്നത് ഇപ്പുറത്തോട്ട് പോകുന്നത് അങ്ങനെ ചില കൺഫ്യൂഷൻസൊക്കെ വരും. കാരണം അതുപോലെ വഴിയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരില്ല. പിന്നെ എതിലേ പോയാലും അവസാനം നമ്മൾ ഫ്രണ്ടിൽ ചെല്ലും. ഏത് വഴി കൂടെ പോയാലും നമുക്ക് ഓടിച്ചെല്ലാം. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നല്ല രസമാട്ടോ. നല്ല മരത്തിൻ്റെയൊക്കെ ഇടയ്ക്കോടെ നല്ല കാടും ഒക്കെ ആയിട്ട് നല്ല ശുദ്ധവായു, നല്ല രസമാട്ടോ. നല്ലൊരു തണുപ്പും ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. കാണുമ്പോൾ തന്നെ നല്ലൊരു വൈബുള്ള ഏരിയ ആണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അങ്ങനെ നമ്മളിവിടുത്തെ ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഫുഡ് കഴിച്ച് വെച്ചിട്ട് വന്ന് നമുക്ക് കുറച്ച് നേരം വിശ്രമിക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി 2 മണിയായിട്ട് വർക്കിന് ഇറങ്ങുള്ളൂ. അപ്പം ഏതായാലും ഫുഡ് കഴിക്കാം. കാരണം അതാണിപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ അത്യാവശ്യം. അങ്ങനെ ഇതിപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞുള്ള ഭാഗമാണ്. അകത്ത് ഫസ്റ്റ് കോട്ട് ഒരു ഭിത്തിയിൽ നമ്മൾ അടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതടിച്ചിട്ട് അതിൻ്റെ ടോപ്പിൽ ശകലം ഒന്ന് കവർ ചെയ്യാനും കൂടെ ഉണ്ട്. അതോടെ കവർ ചെയ്തിട്ട് വേണം, സൈഡ് വരച്ചിടാനുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് വരച്ച് കവർ ചെയ്തിട്ട് വേണം നമുക്ക് വെളിയിൽ സെക്കൻഡ് കോട്ട് അടിച്ച് തുടങ്ങാൻ. അപ്പം സുജിത്ത് ഓൾറെഡി സെക്കൻഡ് കോട്ട് അടിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പം നമ്മളിത് ഇത്രയും ഭാഗം കൂടെ ഉള്ളല്ലോ. അപ്പോൾ ഇതും കൂടെ അങ്ങ് അടിച്ച് വരച്ചിട്ട് പോവുകയാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ എന്നോർത്താണ്. കാരണം നമുക്ക് വെളിയിൽ അടിച്ചിട്ട് അകത്ത് വരുമ്പോഴത്തേന് സെക്കൻഡ് അടിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഫുള്ള് ഫസ്റ്റും സെക്കൻഡും എല്ലാം അടിച്ചു കഴിഞ്ഞുള്ള വീഡിയോ ആണിത്. ഫുള്ളായിട്ട് കാണിക്കാൻ പോയാൽ ഒത്തിരി വീഡിയോ ലെങ്ത് ആകുമായതുകൊണ്ട് കേട്ടോ. അപ്പം സെക്കൻഡ് അടിച്ച് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ സുജിത്ത് ഷെയ്ഡിൻ്റെ
സൺഷെയ്ഡിൻ്റെ സൈഡൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ സെക്കൻഡ് അടിച്ചിട്ടില്ലായിരുന്നു, അപ്പോൾ അതൊന്ന് സെക്കൻഡൊക്കെ അടിച്ച് കൊടുത്തതാണ്. അങ്ങനെ അതാണ് ഇത് ഉൾവശം സെക്കൻഡ് അടിച്ചതാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ ഈർപ്പത്തിൻ്റെ ആട്ടോ, ഉണങ്ങിയിട്ടില്ല, നല്ല തണുപ്പുണ്ട് ഇപ്പം. അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് നല്ലൊരു ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തണുത്താണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞുള്ള വീഡിയോ ആട്ടോ ഇത്. നമ്മൾ വീട്ടിൽ വന്ന് കുളിയെല്ലാം കഴിഞ്ഞു. കാരണം വരുന്ന വഴിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്ന സെറ്റപ്പിലല്ലായിരുന്നു, നല്ല മഴയായിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.